വണ്ടിയിലല്ലേ പോകുന്നേ? അതെ. എന്തേ? സൂക്ഷിച്ചു പോണം. ഞാൻ സൂക്ഷിച്ചേ പോകാറുള്ളൂ മോളെ. അത് ഡ്രൈവിംഗിലായാലും അതെ, ജീവിതത്തിലായാലും അതെ. ദേവികയ്ക്ക് സ്ഥിരമുള്ള പതിവാ. ശരത്മോൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ തുടങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശരത്തിന്റെ മനസ്സ് കലക്കും. എന്തിനാ ദേവിക നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രം എന്ത് തെറ്റാ ശരത്ത് നിന്നോട് ചെയ്തേ? ശരത്ത് ചെയ്ത തെറ്റും ശരിയൊക്കെ അധികം താമസിയാതെ നിങ്ങൾക്ക് മനസ്സിലാവും. തെറ്റ് ചെയ്തവരല്ലേ ദൈവം ശിക്ഷിക്കൂ. ശരത്തിന്റെ ഫയല് ദൈവം എപ്പോഴാ എടുക്കാന്ന് ആർക്കറിയാം? കുരുത്തം കെട്ടവള്. രോഗെന്ന വർത്താനം കേട്ടില്ലേ അവളുടെ? ഓ, എന്തായാലും കുറച്ച് ദിവസം കൂടി സഹിച്ചാൽ മതിയല്ലോ. 30 ദിവസം കഴിയുമ്പോ ഇറങ്ങി പോക്കോളുമല്ലോ. പോവും മുത്തശ്ശി, ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയിരിക്കും. അതോർത്താരും ആദ്യം പിടിക്കൊന്നും വേണ്ട. ഓ, നീ വാ പാർവതി. ഇനി ഇവളോട് സംസാരിച്ചോണ്ട് നിന്നാലേ കൈയില്ലാത്തവൻ കൈ വെച്ചു കെട്ടി അടിക്കും. നീ ഇങ്ങോട്ട് വന്നേ. നീ പാർവതി, നീ ഇറങ്ങേണ്ട സമയമാവുമ്പോ ഇവള് തീരുമാനം മാറ്റുവോ? അങ്ങനെ എങ്ങാനും അവള് ചെയ്ത വലിച്ചിറക്കും ഞാൻ. ആ, ഇനി എന്നിൽ നിന്ന് ഒരു ദയയും ആരും പ്രതീക്ഷിക്കണ്ട.